ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്പൈസി പെപ്പർ ചിക്കനാണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സ്പൈസി ആയിട്ടുള്ള പെപ്പർ ചിക്കനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അതിനു മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഓൾ എന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. സൂപ്പർ ടേസ്റ്റുള്ള ഡിഷാണ്. നമ്മൾ കുട്ടിപ്പട്ടാൾ ഇവിടെ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ അവർ പറയട്ടെ. ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പത്തിലിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. നല്ല സെമി സ്പൈസി ഡിഷാണ്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 300 ഗ്രാം ചിക്കനാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം 2 പട്ട, 4 ഗ്രാമ്പു, 4 പച്ചമുളക് എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയോ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. ഞാനിവിടെ 2 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം ഉള്ളി വാടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുന്നതല്ലേ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒരു റെഡിഷ് കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നത് കേട്ടോ. അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, ആ ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളീൻ്റെ മസാലയൊക്കെ ആ ചിക്കനിൽ പിടിക്കണം കേട്ടോ. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണും കൂടിയും കുരുമുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഓരോരാൾ സ്പൈസിനനുസരിച്ചിട്ട് വേണേൽ കുരുമുളക് ഇടാൻ. നല്ല സ്പൈസി വേണ്ട ആൾ 3-4 ടേബിൾ സ്പൂൺ കുരുമുളക് ഇടാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കണേ. എന്നിട്ട് ഇടയ്ക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്കൊരു 1/4 മണിക്കൂർ അടച്ച് വെച്ച് വേവിക്കാം. ഞാനിതിലേക്ക് വീണ്ടും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഡിഷ്. ഞാനൊരു 1/2 തക്കാളി എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. നമ്മുടെ ഡിഷ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചുകൂടി കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഡിഷ്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾ 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ. ആവശ്യമുള്ളവർ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഈ രീതിയിൽ എടുക്കുന്നത് എനിക്ക് ഈ രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. ഈ രീതിയിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ചൂടോടുകൂടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഡിഷ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണം. നമ്മളെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. പത്തിലിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നും കൂടി പ്രസ് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.